ക്രിസ്മസ് ദിനത്തിലും ഉക്രൈനിൽ ശക്തമായ ആക്രമണം നടത്തിയിരിക്കുകയാണ് റഷ്യ. ഊർജ്ജ മേഖലകൾ ലക്ഷ്യമിട്ടായിരുന്നു റഷ്യൻ ആക്രമണമെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി അറിയിച്ചു. എന്നാൽ ശക്തമായ വ്യോമാക്രമണത്തിൽ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കരിങ്കടലിൽ നിന്ന് ക്രൂയിസ് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ചാണ് റഷ്യ ഇന്ന് വലിയ ആക്രമണം നടത്തിയത്. ഉക്രൈന്റെ തലസ്ഥാന നഗരമായ കീവിലും ഖാർക്കീവിലും ഉൾപ്പെടെ ശക്തമായ ആക്രമണം ഉണ്ടായതാണ് റിപ്പോർട്ട്. 70 മിസൈലുകളും 100-ലധികം ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു റഷ്യ മനുഷ്യത്വരഹിതമായ ഈ ആക്രമണം നടത്തിയതെന്നും ആക്രമണത്തിനായി ക്രിസ്മസ് ദിനം തെരഞ്ഞെടുത്തത് മനഃപൂർവ്വമാണെന്നും സെലൻസ്കി കുറ്റപ്പെടുത്തുന്നു. ഈ വർഷം 13ാം തവണയാണ് ഉക്രൈന്റെ ഊർജ്ജ മേഖല ലക്ഷ്യമിട്ട് റഷ്യ ആക്രമണം നടത്തുന്നത്. ഇപ്പോൾ തന്നെ രാജ്യം കടുത്ത ഊർജ്ജ ക്ഷാമത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്നും സെലൻസ്കി പറയുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ ഉക്രൈനിൽ വ്യാപകമായി വ്യോമാക്രമണ സൈറനുകൾ എല്ലായിടത്തും മുഴങ്ങിക്കേട്ടിരുന്നു. ഉക്രൈനിലെ ഊർജ്ജ മേഖലയെ ലക്ഷ്യമിട്ടായിരുന്നു ക്രിസ്മസ് ദിന ആക്രമണമെന്ന് ഊർജ്ജമന്ത്രി ജർമൻ ഗലുഷെങ്കോയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ടെലഗ്രാമിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഉക്രൈൻ തലസ്ഥാനമായ കീവിലും ഖാർക്കീവിലും ഉൾപ്പെടെ ശക്തമായ ആക്രമണം ഉണ്ടായതായാണ് റിപ്പോർട്ട്. ഒരാൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതിശൈത്യത്തെ നേരിടുന്ന ഉക്രൈനിൽ ഊർജ്ജ മേഖലയെ ലക്ഷ്യമിട്ട് റഷ്യയുടെ ആക്രമണം തുടരുന്നത് ജനങ്ങളെ വലിയ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സെൻട്രൽ ഉക്രൈൻ നഗരമായ ക്രീവി റിയയിലെ ഒരു അപ്പാർട്ട്മെന്റിൽ ബാലിസ്റ്റിക് മിസൈൽ പതിച്ച ഒരാൾ കൊല്ലപ്പെടുകയും 15 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ക്രിസ്മസ് ദിവസത്തിലെ ആക്രമണത്തിൽ പരിക്കേറ്റവരിൽ 4 പേരുടെ നില ഗുരുതരമാണ്. ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുടെ ജന്മനാട് കൂടിയാണ് ക്രീവി റിയ. രാജ്യത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ നഗരമായ ഖാർക്കീവിനെ ലക്ഷ്യമിട്ട് 12 മിസൈലുകളാണ് റഷ്യ ഇന്നും തൊടുത്തുവിട്ടത്. അവിടെ 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ യുദ്ധം അവസാനിക്കാത്തിടത്തോളം കാലം ഇരുവശത്തും നഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷേ റഷ്യക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ അതിജീവിക്കാൻ അവർ പ്രാപ്തരാണ്. എന്നാൽ മറുവശത്ത് ഉക്രൈൻ എത്ര നാൾ പിടിച്ചു നിൽക്കുമെന്ന് അറിയാത്ത അവസ്ഥയാണുള്ളത്. ഉക്രൈന് പിന്തുണ നൽകിയിരുന്ന പടിഞ്ഞാറൻ നാടുകളുടെ ആവേശം ഇപ്പോൾ കെട്ടടങ്ങിയ നിലയിലാണ്. ഈ അവസരം മുതലെടുത്ത് തന്നെയാണ് റഷ്യ ഇപ്പോൾ വളരെ ശക്തമായ ആക്രമണം നടത്തുന്നത്.